May I come in, Inspector? വരൂ മിസ്റ്റർ താരാദാസ്. ഇരിക്കൂ. താങ്ക് യു. ഞാൻ വന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയും. എങ്കിൽ മുഖവരെ ഒഴിവാക്കാമല്ലോ. ഇന്ന് കടപ്പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്തൊരു വിട്ടയക്കണം. ക്ഷമിക്കൂ, ഐ എം സോറി. സാധ്യമല്ല. വർഷങ്ങളായി ആ ബോട്ടുകൾ ചേരിക്കാർ ഉപയോഗിച്ച് വരുന്നതാണ്. എന്ത് കാരണത്തിന്റെ പേരിലായാലും ശരി, അവരുടെ അവകാശത്തെ പെട്ടെന്നൊരു നിമിഷം ചോദ്യം ചെയ്താൽ അവർ പ്രൊവോക്കഡായിരിക്കും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നത് ഈ പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമാണ്. ബട്ട് ഓൺ ദ അതർ സൈഡ് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടന്റ്, ആ ബോട്ടുകളുടെ ഉടമസ്ഥാവകാശം താരാശങ്കറിനായിരുന്നു. യു കോണ്ട് ഡിനൈ ദാറ്റ്. താരാശങ്കർ മരിച്ചപ്പോൾ ആ ബോട്ടുകളുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ചന്ദ്രനാണ്. അയാൾക്ക് ബോട്ടുകൾ കടലിലിറക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നിയമത്തിന്റെ നിസ്സാരമായ ഒരു ആനുകൂല്യത്തെ നിങ്ങൾ പക്ഷപാതപരമായി ആശ്രയിക്കുന്നുവെന്നാണ്. അത് നിങ്ങളുടെ വ്യാഖ്യാനം. തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്കും. Then tell me, Inspector, നിങ്ങൾക്ക് അവരെ വിട്ടയക്കാൻ കഴിയുമോ ഇല്ലയോ? നിങ്ങൾക്ക് അവരെ വിട്ടയക്കാൻ കഴിയില്ല. ഇല്ലെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളെ കൊണ്ട് ഇത്ര പോലും ബുദ്ധിമുട്ടില്ലാതെ എനിക്കത് കഴിയും. അത് വേണോ ഇൻസ്പെക്ടർ? Can't you just avoid it? ഓക്കെ, അവരെ വിട്ടയക്കാം. പക്ഷെ അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അവരെ ജാമ്യത്തിലെടുക്കാം. വീട്ടിൽ പോ. നീ പോടാ. മൂപ്പന്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചത് തെറ്റല്ല മൂപ്പ. അബു നല്ല പയ്യനാ. അവനെ നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയില്ലേ? അബുവിനെപ്പോ ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ കടപ്പുറത്തുണ്ട്. അത് ശരിയാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. മൂപ്പൻ ഇപ്പൊ ചെയ്യേണ്ടത് മോളെ അബുവിന് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. മൂപ്പനെന്താ ഒന്നും മിണ്ടാത്തെ? പണിയില്ലാണ്ട് ചേരി മുഴുവൻ പട്ടിണി കിടക്കുമ്പോൾ ഒരു കല്യാണം നടത്തുന്ന കാര്യം ആലോചിക്കും കൂടെ വയ്യ ദാസം കുഞ്ഞ്. അതെനിക്കറിയാം മൂപ്പ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. പണത്തിന്റെ കാര്യത്തിൽ മൂപ്പൻ വിഷമിക്കുന്നത്. അബുവിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തേണ്ടത് എന്റെ അവകാശമാണ്. അബു, ഞാൻ ഈ തൊഴിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ചന്ദ്രവുമായി പിരിഞ്ഞപ്പോ അവകാശപ്പെട്ട ഒന്നും ഞാൻ സ്വീകരിച്ചില്ല. പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ ആരും കഷ്ടപ്പെടുവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ തൊഴിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നമുക്കത് ആവർത്തിക്കേണ്ടി വരും. അവസാനമായി ഒരിക്കൽ കൂടി മാത്രം. എന്നിട്ട് നമുക്ക് കുറെ ബോട്ടുകൾ വാങ്ങണം. ആരെയും ആശ്രയിക്കാതെ ജോലി ചെയ്ത് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ പിടിക്കപ്പെട്ടാൽ പോലും നിങ്ങൾ ആരും കഷ്ടപ്പെടരുത്. ദാസേട്ടനെ പിടിക്കേ, അതിന് ഞങ്ങൾ അനുവദിച്ചിട്ട് വേണ്ടേ? അപ്പൊ പൊയ്ക്കോളൂ. കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ ചെയ്യണ്ടേ? ചെല്ല.
അങ്ങനെ ദാസന്റെ ഒരു ചിറക് കൂടി അടർന്നു വീണു. ആ കൂടി ബാക്കി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ സായിപ്പ അതുകൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദാസേട്ടന് ഈ ഫീൽഡ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ടഡ്. സായിപ്പാര് പുള്ളി എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്നൊന്നും അയാൾ അന്വേഷിക്കാറ് പോലുമില്ല. പറഞ്ഞ സമയത്ത് സാധനങ്ങൾ എത്തി എന്നല്ലാതെ വേറെ ഒരു കൺസിഡറേഷൻ അയാൾക്കില്ല. No, no, I do not want any of your explanation. I am not bothered why and how it happened. You have proved yourself unworthy of trust anymore. ചേരിക്കാരാകെ തളർന്ന മട്ടാണ്. ചെറിയൊരു പ്രകോപനം മതി അവരെ എവിടേക്ക് വേണമെങ്കിലും തിരിച്ചുവിടാൻ. ചന്ദ്രുവും ആൾക്കാരും വിചാരിച്ചാൽ അവരിൽ ചിലരെങ്കിലും ചതിയിൽ വീഴ്ത്താൻ കഴിഞ്ഞേക്കും. അവർ താരാദാസിനോട് കൂടുതൽ അടുപ്പമുള്ളവരായിരുന്നാൽ അത്രയും നന്ന്. ഇവിടെ ചേച്ചിക്ക് എന്നെ സഹായിക്കാൻ കഴിയും. എങ്ങനെ? പറയാം. ചന്ദ്രു എന്ന് ചേച്ചിയുടെ കയ്യിലാണ്. ചേച്ചിക്ക് അയാളെ എങ്ങനെയും ഉപയോഗിക്കാം. ഇതിലും നല്ലൊരു സന്ദർഭം നമുക്ക് വേറെ കിട്ടിയെന്ന് വരില്ല. വേണ്ട എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താരാദാസിന്റെ വലം കൈയായ ഡ്രൈവർ അബുവിന്റെ കല്യാണമാണ് നാളെ. മൂപ്പൻ എന്തായാലും ആള് ഭാഗ്യം ചെയ്തവനാണ്. ഇത്രയും നല്ലൊരു ചെറുക്കൻ രാജേന്ദ്ര സഹായത്തോടെ ആണെങ്കിലും ഇത്രയും മെനയായിട്ടൊരു കല്യാണം. എല്ലാം പടച്ചോന്റെ കൃപയാണ് ലോന. ആണുങ്ങൾ പെമ്പിള്ളാരെ കെട്ടിക്കും. കണ്ട് അസൂയപ്പെട്ടോണ്ടിരുന്നു. ദേ നമ്മുടെ വീട്ടിൽ വന്ന് വളർന്നു വരുന്നുണ്ട്. എടി അന്നമ്മേ, വാഴീനെ ദൈവം വഴിയും കാണിച്ചു തരും. നീ വെപ്രാളപ്പെടാതെ. എന്താ സാറേ? ഈ വീട് ഒന്ന് പരിശോധിക്കണം. ഈ വീടോ? എന്തിന്? ഇതിനകം ഒന്ന് പരിശോധിക്കണം. അകത്ത് പെണ്ണുങ്ങളുണ്ട്. മറിയിക്കാൻ പറയും. അങ്ങോട്ട് മാറിയുന്നോ? കല്യാണ ദിവസമായതുകൊണ്ട് ഇന്നിവിടെ എന്ത് ഒളിപ്പിച്ചു വെച്ചാൽ ഭദ്രമാണെന്ന് കരുതിയല്ലേ? നടക്കൂ. നീ വിഷമിക്കാതെ. സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവരെന്നെ ഒന്നും ചെയ്യില്ല. കഴിയാതെ നടക്ക. ചതിവായി പോയി ദാസം കുഞ്ഞെ. എന്നോട് ഇത് വേണ്ടായിരുന്നു. ആണും പെണ്ണും പൊന്നുമായിട്ട് എനിക്ക് ആകെയുള്ളത് എന്റെ നസ്യമയാണ്. കുഞ്ഞ് മുൻകൈ എടുത്ത് കല്യാണം നടത്തുന്നത് ഇതിനായിരുന്നോ? മൂപ്പ വലിയ വലിയ ഉണ്ടായിരുന്ന ഇത് സംഭവിക്കില്ലായിരുന്നു. ഇന്നലെ വന്ന ദാസകുഞ്ഞിന് ഈ പാവത്തിന്റെ കണ്ണീര് മനസ്സിലാകത്തില്ല. മൂപ്പ ഞാൻ തെറ്റോ ശരിയോ നോക്കാണ്ട് ഈ കൊണ്ട് കൊല്ലം മുഴുവൻ എന്റെ ജീവൻ പണയം വെച്ച് ഈ പണിക്ക് പോയത് എന്റെ മോക്ക് വേണ്ടിയാണ്. ഓളുടെ നിക്കാവിന്റെ അന്ന് പുതിയാപ്പിളെ പോലീസ് സെർച്ച് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ ഈ ചതി സഹിക്കാൻ നിൽക്കരുത് ദാസം കുഞ്ഞെ. മൂപ്പ, ഞാൻ പറയുന്നത് കേൾക്കും. അബു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ ആരും ഉപദ്രവിക്കുമില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഞാൻ അവനെ ഇറക്കിക്കൊണ്ടുവരും. മൂപ്പ ധൈര്യമായിട്ട് പൊക്കോളൂ. എന്റെ മോടെ കണ്ണീര് കാണുമ്പോ ഞാനല്ലേ പറയുന്നത്? പൊക്കോളൂ. ചന്ദ്രു, ചന്ദ്രു എവിടെ? ഇവിടെ ഇല്ല.
അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചത് ആരാണ്? എനിക്കറിയില്ല. നിനക്കറിയില്ല? ഇല്ല. അറിയില്ലേ? പറ, ആരാണ് ഒളിപ്പിച്ച് വെച്ചത്? എനിക്കറിയില്ല. ആരാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന്? ഇന്നലെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത അബുവിനെ വിട്ടേക്കണം. അബുവിന്റെ വീട്ടിൽ ആ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച ഇവനാണ്. കരുതി കൂട്ടി ആ പാവത്തെ കൊടുക്കാൻ വേണ്ടി. ശരിയാണോ ചാർലി? പറ. അതെ. എന്തിനു വേണ്ടി? ദാസേട്ടൻ പറഞ്ഞതുകൊണ്ട്. ഞാനോ? അതെ. യു ബ്ലഡി ബ്രോ തരാദാസ്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്വീകരിക്കുന്ന പോലെ തന്നെ ചാർലിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് സ്വീകരിച്ചേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയില്ല ഇൻസ്പെക്ടർ, ഒരിക്കലും. കാരണം അത് സത്യമല്ല. തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലോ? അബുവിന്റെ വീട്ടിൽ മാത്രമല്ല, വേറെ എവിടെയൊക്കെ നിങ്ങൾ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇമ്പോസിബിൾ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞാൻ അവകാശപ്പെടാറുള്ളൂ. തുളസി, മിസ്റ്റർ തരാദാസ് പ്ലീസ് വരൂ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. സത്യമേത് അസത്യമേതെന്ന് അപ്പോഴറിയാമല്ലോ. വെൽ മിസ്റ്റർ തരാദാസ്, നിങ്ങളുടെ അറിവോട് കൂടിയായാലും അല്ലെങ്കിലും സാധനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇവരെ കൂടി കസ്റ്റഡിയിൽ എടുത്തേ മതിയാവും. ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ ഇപ്പോഴും നിഷേധിച്ചാൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാമെന്നല്ലാതെ എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ ഇൻസ്പെക്ടർ? അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടാൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവങ്ങളും അബുവും അകത്താവും. നോ ഇൻസ്പെക്ടർ, ഞാനത് അനുവദിക്കില്ല. ഞാൻ സമ്മതിക്കുന്നു, അബുവിന്റെ വീട്ടിലും ഇവിടെ ഈ ചായക്കടയിലുമെല്ലാം സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് ഞാനാണ്. ഇവർക്കിതിൽ യാതൊരു പങ്കുമില്ല. പറയുന്നതിന്റെ കോൺസിക്വൻസസ് മനസ്സിലായിക്കൊണ്ടാണോ നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്? ഡെഫിനറ്റ്ലി. ഒരക്ഷരം പോലും വിടാതെ ഞാനിത് എവിടെ ആവർത്തിക്കാം. പക്ഷേ ഇവരെ കസ്റ്റഡി എടുക്കരുത്. അബുവിനെ വിട്ടേക്കണം പ്ലീസ്. ഇൻസ്പെക്ടർ സാറേ, ദാസം കുഞ്ഞല്ല, ഞാനാ ഇതൊക്കെ ചെയ്തത്. ഞാനാണ്. ഇല്ല സർ, ഞാനാണ്. ഞാനാണ് സാർ. ഇല്ല സാർ, ഞാനാണ് സാർ. ഇല്ല സാർ, ഞാനാണ്. ഞാനാണ് സാർ. ഞാനാണ് സാർ. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം തന്നെ ധാരാളമാണ്. പക്ഷേ നിങ്ങളുടെ ബലിയാടുകളാക്കി എനിക്ക് രക്ഷപ്പെടണം. ഇൻസ്പെക്ടർ, എന്നെ കസ്റ്റഡിയിലെടുക്കും. മിസ്റ്റർ തരാദാസ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യനായ കുറ്റവാളി നിങ്ങളാണ്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാചകത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ സ്വീകരിക്കും. Come on. ആ ദാസൻ കയറി സ്വയം പിടികൊടുത്തില്ലെങ്കിൽ ഞാൻ പെട്ടുപോയതിനെ ചെന്നു. പോടാ, ദാസന്റെ വലിപ്പം കൊണ്ടെന്ന് പറയാൻ നീ രക്ഷപ്പെട്ടത് തുളസിയുടെ മിടുക്കുകൊണ്ടാണ്. അത് നേരാണ്. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ദാസനെ പിടികിട്ടിയതോടെ ഇനി അവന്മാരുടെ നോട്ടപ്പുള്ളികൾ നമ്മളാവും.
വല വീശാൻ തുടങ്ങുന്നതിന് മുമ്പേ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. പക്ഷെ അതെങ്ങനെ സാധിക്കും? ചാർലി, ഞാൻ ഈ രംഗത്ത് വന്നത് കുറച്ച് വൈകിയാണെങ്കിലും താരാശങ്കറിന്റെ മകനാണ് ഞാനെന്ന് നീ മറന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് പത്തേമാരി വരും. എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങോട്ട് മാറ്റണം. നാളെ നമ്മളിവിടം വിടുന്നു. പക്ഷെ പോലീസുകാരെങ്ങനെ ഇതറിഞ്ഞു വന്നാൽ? പോരാ, ഒന്നും കാണാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. പത്തേമാരി കാഴ്ചവട്ടത്തിൽ നിന്ന് മറയുന്നത് വരെ പോലീസുകാരുടെ ശ്രദ്ധ നമ്മൾ അകറ്റിയെടുത്താൻ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. കൊച്ചിയിലേക്ക് പോകാനായി ദാസനെ വൈകിട്ട് ജീപ്പിൽ കൊണ്ടുപോകും. പക്ഷേ ദാസൻ കൊച്ചിയിലെത്തില്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം.